ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം 2 ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st April 2020 എ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഫോർ ₹5 ലക്ഷം. ഇറ്റ് ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 10% per annum അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ 4 years. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March. അതായത് ഓൺ 1st April 2020 ഒരു മെഷീനറി വാങ്ങിച്ചു. മെഷീനറിയുടെ വില 5 ലക്ഷം രൂപയാണ്. ഇറ്റ് ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 10% per annum. 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് നമുക്ക് ചെയ്യേണ്ടത്. മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം. 4 വർഷത്തെ മെഷീനറി അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st March. എവറി ഇയർ എല്ലാ വർഷവും 31st March ആണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരമുള്ള മെഷീനറി അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 1st April 2020 മെഷീനറി വാങ്ങുന്നു. മെഷീനറി വാങ്ങുമ്പോൾ ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്കാണ്. അപ്പോൾ ടു ബാങ്ക് 5 ലക്ഷം. വർഷത്തിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം 50,000. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് 5 ലക്ഷത്തിൻ്റെ 10% തന്നിട്ടുണ്ട്. അതായത് 5 ലക്ഷം ഇൻറ്റു 10/100. ഡിപ്രീസിയേഷൻ 50,000. ഈ മെത്തേഡ് പ്രകാരം ഡിക്രീസിങ് വാല്യൂ ഓഫ് അസറ്റിൻ്റെ ഡിക്രീസിങ് വാല്യൂവിനാണ് ഡിപ്രീസിയേഷൻ ഓരോ വർഷം കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡിൻ്റെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നും പേരുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ 50,000 കിട്ടി. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ടോട്ടൽ എമൗണ്ട് 5 ലക്ഷം. 2 കോളത്തിൽ 5 ലക്ഷം വീണു. 5 ലക്ഷത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ 50,000 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 4,50,000 കിട്ടും. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. നെക്സ്റ്റ് ഇയർ 1/4/2021 അവിടെ കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്ത ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി 4,50,000. ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ 4,50,000 10%, അതായത് 4,50,000 ഇൻറ്റു 10/100 45,000 ബൈ ഡിപ്രീസിയേഷൻ 45,000. ആ വർഷം ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ടോട്ടൽ 4,50,000 നിന്നും 4,50,000 നിന്ന് 45,000 മൈനസ് ചെയ്യുമ്പോൾ 4,05,000. ഇത് ഇനി അടുത്ത വർഷം ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആവും. 1/4/2022 ടു ബാലൻസ് പ്രോഡ് ഡൗൺ 4,05,000. 31st March 2020 ലാസ്റ്റ് ബൈ ഡിപ്രീസ് 22 ബൈ സെക്ഷൻ 40,500. അതായത് 4,05,000 ഇൻറ്റു 10/100 40,500. ടോട്ടൽ എഴുതുന്നു 4,05,000. രണ്ടിടത്തും എഴുതുന്നു. 4,05,000 നിന്ന് നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 40,500 മൈനസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് 3,64,500 കിട്ടും. അത് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസിനെ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. 1/4/2023 ടു ബാലൻസ് പ്രോഡ് ഓൺ 3,64,500. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 3,64,500 ഇൻറ്റു എല്ലാ വർഷവും 10% ആണ് ഡിപ്രീസിയേഷൻ. 3,64,500 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,450 കിട്ടും. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 36,50. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. 3,64,500 രണ്ടിടത്തും എഴുതി. 3,64,500 നിന്ന് നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 36,450 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് 3,28,050 അതാണ് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. ഇത് അടുത്ത വർഷത്തേക്കുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ ഇത് 4 വർഷത്തെ അക്കൗണ്ടാണ്, 4 വർഷത്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത്രയും വരെ മതി. അപ്പോൾ ബാലൻസ് 4 വർഷം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ബാലൻസ് 3,28,050. ഓക്കെ, താങ്ക് യു.